നമസ്കാരം വീണാമണി. നമസ്തേ സർ. ഇന്നിപ്പോൾ ഞാൻ ഒന്നുകൂടെ വീണാമണിക്ക് മുന്നിലിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പി ദിവ്യയെ വിശുദ്ധ പശു ആണ്. പി ദിവ്യ വളരെ വിശുദ്ധയാണ്, നിങ്ങളീ പറയുന്ന പോലെ ഒന്നുമല്ല, പിന്നെ എന്നെ ആക്രമിക്കുന്നവരെല്ലാം ഞാൻ തിരിച്ചടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി ദിവ്യ ഇങ്ങനെ ഇപ്പോൾ അങ്ങനെ വിശുദ്ധ പശുവായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരെ ഇങ്ങനെ വെള്ളപൂശൽ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ നാട്ടുകാരൻ തന്നെ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ, കണ്ണൂരുകാരനായ ഒരു പത്രപ്രവർത്തകനോട് പിണറായിയുടെ അടുത്തിരിക്കുന്ന ആളെന്ന് പറയുന്ന ഒരാൾ, നിങ്ങൾക്ക് അയാളെ പറഞ്ഞാൽ മനസ്സിലാവില്ല, അയാളുടെ ചാനലിലാണ് ഈ പറയുന്ന പി ദിവ്യ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. അയാളൊരു പഴയ കൈരളിക്കാരനാണ്, അയാളുടെ പേരറിയാത്തതാണ് നിങ്ങളോട് ഞാൻ പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഈ മാന്യ വ്യക്തിയുടെ ചാനലിൽ ഇപ്പോൾ ഇന്ന് ഒരു നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു CPI നേതാവ് ദിവ്യ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നൊക്കെ സ്ഥാപിക്കത്തക്ക രീതിയിൽ വന്നിരുന്നങ്ങ് വെള്ളപൂശിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ വരെ നാം പറഞ്ഞത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ ഒരു തരത്തിലും കൈക്കൂലിയൊന്നും മേടിക്കാത്ത ആളാണ്, അങ്ങനത്തെ ആളല്ല. പ്രശാന്തൻ എന്ന ഫ്രോഡ് കാണിച്ച ഫ്രോഡ് തരമാണ് എന്ന് നമ്മൾ എടുത്തു പറഞ്ഞെങ്കിൽ പ്രശാന്തൻ്റെ ഫ്രോഡ് തരത്തിനെ സാധൂകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരാൾ രംഗത്ത് വന്നിരിക്കുന്നു. ഒന്ന് പറയാമോ? നമസ്തേ. ഞാനിപ്പോൾ ജനങ്ങളോടാണല്ലോ. തീർച്ചയായിട്ടും. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് എന്ന സ്ഥലത്താണ് സുരേഷ് ബാബു എന്ന ആ സുരേഷ് ഏട്ടൻ്റെ വീട്. നല്ലൊരു പ്രാസംഗികൻ എന്ന നിലയിൽ ഒരുപാട് ബഹുമാനം, ഒരുപാട് ആദരവും തോന്നിയ ഒരു വ്യക്തിത്വമായിരുന്നു സുരേഷ് ഏട്ടൻ. ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അപ്പോൾ സ്കൂളുകളിലെല്ലാം വന്നിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം നല്ല പ്രാസംഗികനായിട്ട് കുട്ടികളുടെ മനഃശാസ്ത്രപരമായിട്ട് ഇടപെടാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ബഹുമാനിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ രാത്രി ഒരു വീഡിയോ കാണാനിടയായി. സുരേഷ് ഏട്ടൻ ദിവ്യയെ അനുകൂലിച്ചുകൊണ്ട് ദിവ്യ ഭയങ്കര സത്യവതിയാണെന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ADM സാറിനെ കുറ്റാരോപിതനാക്കിയിട്ട് സംസാരിക്കുന്ന വിഷയം. സുരേഷ് ഏട്ടൻ്റെ വീട്ടിലും കുട്ടികളുണ്ട്, സ്വന്തം മക്കളുണ്ട് എന്ന കാര്യം സുരേഷ് ഏട്ടൻ മറന്നുപോയി. നവീൻ ബാബു സാറിൻ്റെ 2 പെൺകുട്ടികളെ അച്ഛനെ ഇല്ലാതാക്കിയത് കണ്ണൂർ ജില്ലയിലെ CPM സഖാക്കളുടെ ഒത്താശയോടുകൂടി, ദിവ്യയുടെ സപ്പോർട്ടോടുകൂടി, ദിവ്യയുടെ അറിവോടുകൂടി, കണ്ണൂർ ജില്ലയിലെ കലക്ടറുടെ അറിവോടുകൂടി, അവിടുത്തെ ഡോക്ടറുടെ അറിവോടുകൂടി, പ്രശാന്തിൻ്റെയും ഷംസുദ്ദീൻ്റെയും ഒക്കെ അറിവോടുകൂടി ചെയ്ത ക്രൂരകൃത്യമാണ് ആ കൊലപാതകം. അത് തൂങ്ങി മരണമെന്ന് പലവട്ടം സുരേഷ് ഏട്ടൻ അതിൽ ആവർത്തിച്ച് പറയുമ്പോൾ സുരേഷ് ഏട്ടൻ കണ്ടിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ADM സാർ തൂങ്ങി മരിക്കുന്നത്? എന്തെങ്കിലും ഒരു തെളിവ് സുരേഷ് ഏട്ടനെ തെളിയിക്കാൻ കോടതിയിൽ കഴിയോ? അല്ലെങ്കിൽ സുരേഷ് ഏട്ടനെ ദിവ്യനെ കൊണ്ട് നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ പ്രശാന്ത്, കലക്ടർ, ഡോക്ടർ, അതുപോലെ തന്നെ ഷംസുദ്ദീൻ എന്ന ഡ്രൈവർ, ഇവരൊക്കെ നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ വെല്ലുവിളിക്കുന്ന CPM ആണ് ഈ കൊലപാതകത്തിന്. നമ്മുടെ ബഹുമാനപ്പെട്ട സത്യസന്ധനായ ADM സാറിനെ കൊലപാതകം ചെയ്തത് കണ്ണൂർ ജില്ലയിലെ CPMൻ്റെ സപ്പോർട്ടോടുകൂടി, ശശി എന്ന വ്യക്തിയുടെ സപ്പോർട്ടോടുകൂടി ചെയ്ത കൃത്യം. അത് ഗോവിന്ദമാഷിയുടെയും ശ്യാമള എന്ന വ്യക്തി വൈഫിൻ്റെയും അവരുടെ മകൻ്റെയും സപ്പോർട്ടോടുകൂടി ചെയ്ത ക്രൂരകൃത്യം അല്ല എന്ന് തെളിയിക്കണമെങ്കിൽ ജയരാജ് എന്ന ആ വ്യക്തിയടക്കം എന്തിനാണ് പെട്ടെന്ന് പോയിട്ട് കണ്ണൂരിലൊരു പൊതുദർശനത്തിന് വെക്കാതെ ബോഡി കത്തിച്ചത്? ജയരാജ് എന്ന വ്യക്തി പറഞ്ഞല്ലോ പ്രശാന്തിനെ നാർക്കോ ടെസ്റ്റ് ചെയ്യാം, കൊലപാതകം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ MV ജയരാജ് എന്ന വ്യക്തി ഒരു എന്താ പറയണ്ടേ, എൻറോൾമെൻ്റ് ഒക്കെ ചെയ്തൊരു വ്യക്തിയല്ലേ. അപ്പോൾ അയാൾ ഒരു നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? CPM സഖാക്കൾ ആരെങ്കിലും കണ്ണൂരിൽ ഈ ഞാനിപ്പോൾ ഉച്ചരിച്ചിരിക്കുന്ന പേരുള്ള ആരെങ്കിലും നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? ഞാൻ വെല്ലുവിളിക്കുന്നത് ഈ പറഞ്ഞ പേരുള്ളവരുടെ സപ്പോർട്ടോടുകൂടിയാണ് ബഹുമാനപ്പെട്ട ADM സാറിനെ കൊലപാതകം ചെയ്തത്. സുരേഷ് ഏട്ടൻ്റെ കുട്ടികൾക്ക് ആ ശാപം 7 തലമുറയിലവർക്ക് എത്തിപ്പെടാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും സത്യസന്ധമായിട്ട് സുരേഷ് ഏട്ടൻ പറയണം. ദിവ്യ എന്നൊരു വ്യക്തിയെ ന്യായീകരിച്ചുകൊണ്ട് പറയുമ്പോൾ കൊലപാതകത്തിന് കൂട്ടുനിന്ന വ്യക്തിയാണ് ദിവ്യ എന്ന വ്യക്തി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരു എന്താ പറയണ്ടേ, ഇത്രയും നല്ലൊരു വ്യക്തിനെ മോശമാക്കിക്കൊണ്ട് ഒരു ചാനൽ വന്നിട്ട് അന്ന് തന്നെ മലയാളപ്പുഴ മറ്റു ഭാഗങ്ങളിൽ പത്തനംതിട്ടയൊക്കെ നവീൻ ബാബു സാർ കൈക്കൂലി വാങ്ങി എന്ന് പറയുമ്പോൾ ഈ കൈക്കൂലി വാങ്ങി എന്ന് കൊടുത്ത ആളെ അറസ്റ്റ് ചെയ്യോ? സുരേഷ് ഏട്ടാ, നിങ്ങൾ ഒരാണാണെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യ്.
അദ്ദേഹത്തിന് ഈ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോ, എന്നിട്ട് സംസാരിക്കുക. അല്ലാണ്ട് സുരേഷ് ഏട്ടൻ എന്ന വ്യക്തി ഇത്രയും തരം താഴ്ന്ന് സംസാരിക്കരുത്. അത് നിങ്ങളുടെ വീട്ടിൽ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അതിൻ്റെ ശാപം നിങ്ങൾക്ക് 7 തലമുറയിലേക്ക് വരും എന്നത് നിങ്ങൾ മറക്കണ്ട. ഇത്തരത്തിലുള്ള അഭിമുഖം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെയും കൂടി ഓർത്താൽ നന്നു. അതായത് നമ്മളിതിൽ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് വീണാമണി. അതായത് പ്രശാന്ത് എന്ന് പറയുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ഗജ ഫ്രോഡ്. ഈ ഗജ ഫ്രോഡ് ഈ വ്യക്തി കൈക്കൂലി വാങ്ങാത്ത ആളാണ്. ആര്? നവീൻ ബാബു സാറ് കൈക്കൂലി വാങ്ങാത്ത ആളാണെന്നും ഒരു തരത്തിലുള്ള ശുപാർശയും കേൾക്കാത്ത ആളാണെന്നും പ്രശാന്തിന് അറിയാം. കാര്യം ഈ പെട്രോൾ ബങ്ക് വരുന്നതിൻ്റെ സ്ഥലം പോലും നിയമരഹിതമായിട്ടുള്ള ഒരു പള്ളിക്കാരുടെ അല്ലേ, ആ ഒരു പള്ളി ഒരു ക്രിസ്ത്യൻ പള്ളിക്കാരുടെ എന്തോ ഒരു പറമ്പ് അങ്ങനെ ഏതോ അല്ലേ, അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പറയുക, ഞാനത് വിട്ടുപോയി. അപ്പോൾ അങ്ങനെ നിയമാനുസൃതമായിട്ടല്ലാത്ത സ്ഥലത്ത് അത് അനുവദിച്ച് കൊടുക്കില്ല എന്നൊരു സ്റ്റാൻഡിൽ നിന്ന ഉദ്യോഗസ്ഥനെ പി ശശിയെ കൊണ്ടുവരെ ഈ പ്രശാന്ത് വിളിപ്പിച്ചു എന്നാണ് പറയുന്നത്. പി ശശി, പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, പിന്നെ പി ദിവ്യ, ഇങ്ങനെ ഇവരെല്ലാം ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ എന്നാൽ ഈ ഉദ്യോഗസ്ഥന് പണി കൊടുക്കണമെന്ന് കരുതിയിട്ട് പ്രശാന്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് ഈ കൈക്കൂലി. അതിനെ ഇപ്പോൾ നേരെ തിരിച്ച് ആ മരണപ്പെട്ട മനുഷ്യനെ താറടിക്കാനായി അദ്ദേഹത്തിനെ താറടിച്ച് ഇവർക്ക് വേണ്ടത് പി ദിവ്യയെ രക്ഷിക്കുക എന്നുള്ളതാണ്. എന്തിന് ആ ഭാവിയിലൊരു മന്ത്രി, എന്തിന് ഇങ്ങനെ ഇത്രയ്ക്ക് വന്നിരുന്ന് നിങ്ങളുടെ ഒരു കണ്ണൂർ വിഷൻ, നിങ്ങളുടെ ഒരു നാണം കെട്ടവനൊക്കെ. കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരെന്നല്ല, ഒരു കഞ്ഞി കുടിക്കുന്നവരാ, അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്നവരാ. അതുകൊണ്ട് ഇത് കണ്ണിനെ വെളുപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പ്രശാന്തിനെ രക്ഷിക്കാൻ പ്രശാന്തിന് മാത്രല്ല, ഇതിന്റെ അകത്ത് കലക്ടറുടെ 100% ഉണ്ട്. കലക്ടർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് CPM ഈ ഗവൺമെന്റിന്റെ 5 ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കളിച്ച നാടകങ്ങളാണ്. ഒന്ന് ദിവ്യയുടെ ഭർത്താവ്, ഒന്ന് പ്രശാന്ത്, ഒന്ന് ഡോക്ടർ പ്രവീണ്, പിന്നെ ഒന്ന് ഈ ഷംസുദ്ദീൻ, ഒന്ന് കലക്ടർ. ഈ 5 ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് അവരുടെ അറിവോടുകൂടി കൊലപാതകം ആസൂത്രിതമായി ചെയ്തിട്ടുണ്ടാക്കി. അതായത് മീനാമണി, ഇതിനകത്ത് ഇദ്ദേഹത്തിനെ കൈക്കൂലിക്കാരനാക്കേണ്ടത് ഇവരുടെ ഒരു ഉദ്യമമായിരുന്നു. അതായത് അദ്ദേഹം ഇവിടുന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇയാൾ ഒരു കറകളഞ്ഞ ആളൊന്നുമല്ല, ഇയാൾ ഒരു കൈക്കൂലിപ്പാവിയാണ്. ആര്? നവീൻ ബാബു സാറ് ഒരു കൈക്കൂലിക്കാരനാണെന്ന് മാലോരെ അറിയിക്കണം. അതിനു വേണ്ടിയുള്ള വക്രബുദ്ധിയായിരുന്നു ഇതെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ ഈ പ്രശാന്തൻ അടങ്ങുന്ന സംഘത്തിന്റെ? ഞാൻ എത്രോട്ടോ പറഞ്ഞതാണ്. കണ്ണൂർ ജില്ലയിലെ ADM സാറ്, കാസർഗോഡ് ADM സാറായിട്ടുണ്ടായിരുന്നു, പത്തനംതിട്ട ഉണ്ടായിരുന്നു. കലക്ടർ എന്ന നിലയിൽ നൂർ സാറ് ഒരുപാട് നല്ലൊരു വ്യക്തിയാണ്. ആ നൂർ സാറ് പോലും സമ്മതിച്ചതാണ് ഈ ADM സാറിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ. കണ്ണൂർ ജില്ലയിലെ നല്ലവരായ സജ്ജനങ്ങൾക്കറിയാം, അവിടെ പാവപ്പെട്ടവരായിട്ട് വൃദ്ധസദനത്തിലെത്തിക്കുന്ന മാതാപിതാക്കളുടെ കേസ് വരുമ്പോൾ, മക്കൾ നോക്കാത്ത കേസൊക്കെ വരുമ്പോൾ, സാറിൻ്റെ അടുത്തേക്ക് അപേക്ഷയായിട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കും, ചായ കുടിച്ചോ എന്ന് ചോദിക്കും ആ പാവ മനുഷ്യൻ. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഒരു പൈസ അവരുടെ കീസയിൽ വെച്ച് കൊടുക്കും. കണ്ണൂരിലെ ADM സാറിൻ്റെ ഓഫീസിലെ കലക്ടറുടെ ക്യാമറ പരിശോധിക്കട്ടെ. കണ്ണൂർ ജില്ലയിലെ ആ സാർ അവിടെ സേവനം ചെയ്തത് ഒരു കൈക്കൂലിയും വാങ്ങാത്ത ഒരു പാവം മനുഷ്യനെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വെറുതെയെങ്കിലും അദ്ദേഹത്തിൻ്റെ 2 മക്കളെ അടക്കം പീഡിപ്പിക്കുകയോ ചെയ്യുന്നു. കൊലപാതകം നടത്തിയതിന് ശേഷവും മാനസികമായിട്ട് ആ കുടുംബത്തെ അടക്കം കൊന്നുകൊണ്ടേയിരിക്കില്ല. ഇത്രയും വിശ്വാസവഞ്ചന ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ ഫ്രോഡ് CPM സഖാക്കളോട് പറയാനുള്ളത്, എല്ലാവരും അല്ലേ, കുറേ നല്ല വ്യക്തികളുണ്ട്. ഞാനിപ്പം പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ കുടുംബത്തിലും 7 തലമുറയിലെ സ്ത്രീ ശാപം അവർ കരിഞ്ഞില്ലാതാവും. കോടതി കൊടുക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷ ദൈവം മലയാളപ്പുഴ അമ്മ കൊടുക്കും. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നുമല്ല. എല്ലാവരുടെ മുമ്പിലും ദിവ്യേനെ വെളുപ്പിക്കുമ്പോൾ ദിവ്യ അടക്കം കൂട്ടുനിന്നിട്ടാണ് ഈ കൊലപാതകം നടത്തിയത്. അത് ദിവ്യ പറയുന്നുണ്ട് 2 ദിവസം കൊണ്ട് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ആ മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് തന്നെ ഇല്ലാതാക്കി. എന്നിട്ട് സൈനൈഡ് കൊടുത്തിട്ടാണ് ഏത് രീതിയിലാണ് കൊലപാതകം നടത്തിയെന്ന് ഇവരെ നാർക്കോ ടെസ്റ്റ് ചെയ്താലല്ലേ ശരിക്കും മനസ്സിലാവുള്ളൂ. അത് ആസൂത്രിതമായി നടത്തിയ ഈ നാടകത്തിൽ പാവം മനുഷ്യനെ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ കൊടുത്തവരാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. പാവം ആ ADM സാർ ഒരിക്കലും ആരിൽ നിന്നും കൈക്കൂലി വാങ്ങിക്കില്ല. അത് കണ്ണൂർ ജില്ലയിൽ അദ്ദേഹം ജോലി ചെയ്ത ഓരോ സ്ഥാപനത്തിലെയും നല്ലവരായ ജനങ്ങൾക്കറിയാം. ഇതിന് സമാധാനം വേറെ ആൾക്കാർ പറയാനുണ്ട്. കാരണം ഒന്നും മിണ്ടാതെ അവിടെ കലക്ട്രേറ്റിൽ ജോലി ചെയ്യുന്ന 1000-ലധികം ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ പാവം മനുഷ്യനെ കൊന്നിട്ടും ഒന്ന് ശബ്ദിക്കാൻ കഴിയാതെ പണ്ട് കാലത്തിലെ നമ്പൂതിരിമാരുടെ ഒരു ഭരണം ഉണ്ടായിരുന്നു.
ഞാൻ നമ്പൂതിരിമാരെ കുറ്റം പറയുന്നില്ല. അപ്പോൾ ആ ഭരണകാലത്ത് പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് എന്താ പറയുന്നത് ട്രൈബൽസ് മേഖലയിലെ ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക അത്രയും തമ്പ്ര ഓക്കെ തമ്പ്ര എന്ന് പറയുന്ന ഒരു രീതി, അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പോലും എന്താണോ തന്നിലേൽപ്പിച്ച കാര്യം അത് സത്യസന്ധമായി ചെയ്യാതെ അവിടെ അടിച്ചേൽപ്പിക്കുകയും ഇന്നത് എനിക്ക് വേണം സ്വത്ത്, എനിക്ക് അവിടുത്തെ ചെങ്കഖനനം ക്വാറ മാഫി അങ്ങനെ ഇവിടെയൊക്കെ പെട്രോൾ പമ്പ് ഞാൻ എന്താണോ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു പെട്രോൾ പമ്പിന് വന്ന ആ സ്ഥലം പള്ളിക്കാരുടെ അത് ഏത് സ്ഥലമാണത്? അതായത് ചെങ്ങളായി പഞ്ചായത്ത്. ഇതൊരു പ്രശാന്തിന്റെ വിഷയമല്ല, പ്രശാന്തിനെ ഏൽപ്പിച്ച ഒരു ദൗത്യം. ഇത് പ്രശാന്തിന്റെ എല്ലാ അവിടുത്തെ CPM സഖാക്കളുടെ കൂട്ടായ്മയോടുകൂടിയുള്ള പെട്രോൾ പമ്പാ. അപ്പൊ അതൊരു പ്രശാന്തിലേക്ക് മാത്രം അടിച്ചേൽപ്പിക്കേണ്ട ഒരു വിഷയമല്ല, മാത്രം അടിച്ചേൽപ്പിക്കേണ്ട. പ്രശാന്ത് ഈ കൈക്കൂലി കൊടുത്തു എന്നും കൈക്കൂലി വാങ്ങി എന്നുള്ളതിന് തെളിവുണ്ടാക്കാൻ എന്തെല്ലാം ഇവരിങ്ങനെ നാടകം കളിച്ചു. ഇവരിപ്പോ ചാനലിൽ നമ്മള് സുജാ പാർവീനെ അടക്കം ഇങ്ങനെ പറഞ്ഞു, ദിവ്യ എന്നാ പറയേണ്ടത് ഒരു അരിയാഹാരം കഴിക്കുന്നുണ്ട് നാർക്കോട്ടിക്സ് ചെയ്തിട്ടാണ് സത്യസന്ധത. അല്ല, അത് ഇതിനകത്ത് നമുക്ക് ഒന്ന് പറഞ്ഞുകൊണ്ട് സംസാരം അവസാനിപ്പിക്കാം. അതായത് ദിവ്യയെ രക്ഷിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? ദിവ്യയെ രക്ഷിക്കേണ്ടത് CPMന്റെ കണ്ണൂർ ഘടകത്തിനാണോ അതേ കേരള സമൂഹത്തിന്? കേരള സമൂഹത്തിന് PP ദിവ്യയെ രക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്ക് വേണ്ടി വെള്ളപൂശാൻ ആരംഭിച്ചിരിക്കുന്നു? അതൊരു CPM നേതാവിനെ കൊണ്ടിരുത്തി, അയാൾ കൂത്തുപറമ്പുകാരനാണ് അല്ലേ? അല്ല, ശശിക്ക് വേണ്ടിട്ട് ഇവിടെ ദിവ്യനെ കൊലപാതകം നടത്തി സുരേഷ് കൂത്തുപറമ്പുകാരനാണ്. അപ്പൊ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളൂ. ഈ PP ദിവ്യയെ വെള്ളപൂശി വീണ്ടും കൊണ്ടുവരാനുള്ള ഒരു ശ്രമം തന്നെ അടുത്ത മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് അവരിങ്ങനെ ആഗ്രഹിക്കുന്നു. ദിവ്യനെ മാറ്റി നിർത്തിയേ പറ്റില്ല, ദിവ്യക്കറിയാം. അതായത് കണ്ണൂരിലെ കുറെ ഈ സ്ഥലങ്ങളൊക്കെ എല്ലാം മൊത്തത്തിൽ ദിവ്യന്റെ കയ്യിൽ ADM സാറിന്റെ കയ്യിലുള്ള പോലെ ഫയലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ വിവരങ്ങൾ ഒരുപക്ഷെ ദിവ്യനെ ഇവര് കൂട്ടിച്ചേർത്തില്ലെങ്കിൽ ദിവ്യ വിളിച്ചു പറയും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ദിവ്യനെ ഇവർക്ക് കൈവിടാൻ പറ്റാത്തൊരവസ്ഥ. അല്ലെങ്കിൽ ദിവ്യൻ ആർക്കോട്ടിക്സ് ചെയ്ത് തെളിയിക്കട്ടെ. സുജാ പാർവതിക്കെതിരെ കേസ് കൊടുക്കുന്ന സമയത്ത് ഈ ദിവ്യ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഏതറ്റത്ത് പോയിട്ട് നുണ പരിശോധന നടത്തിയിട്ട് തെളിയിക്കേ, എന്നിട്ടാണ് പറയേണ്ടത്. നന്ദി.